നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ്. പവന് 80 രൂപ കുറഞ്ഞു. ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില 81,520 രൂപ. ഓണാട്ടുകരയ്ക്ക് ഇനി നാടകരാവ്. തഴവ ആദിത്യവിലാസം ആർട്ട് സൊസൈറ്റിയുടെ നാടകോത്സവത്തിന് തുടക്കം. ചൊവ്വാഴ്ച സമാപിക്കും. കാന്താരയുടെ രണ്ടാം ഭാഗത്തിന് കേരളത്തിൽ വിലക്കില്ല. ചിത്രം ഒക്ടോബർ 2-ന് തന്നെ വിലക്ക് നീക്കി ഫിയോക്. വിശദമായ വാർത്തകളിലേക്ക്. നാടകോത്സവത്തിന് തിരിതെളിഞ്ഞു. തഴവ ആദിത്യവിലാസം ആർട്ട് സൊസൈറ്റിയുടെ നാടകോത്സവത്തിനാണ് തുടക്കമായത്. VA ശങ്കരൻ പോറ്റി, CR മനോജ് സ്മരണാർത്ഥമാണ് നാടകോത്സവം സംഘടിപ്പിച്ചത്. ചൊവ്വാഴ്ച സമാപിക്കും. തഴവ ആദിത്യവിലാസം ആർട്ട് സൊസൈറ്റിയുടെ VA ശങ്കരൻ പോറ്റി, CR മനോജ് നാടകോത്സവത്തിന് തിരിതെളിഞ്ഞു. CR മഹേഷ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഈ നാടകങ്ങളെല്ലാം കളിച്ചിരുന്നത് ക്ഷേത്രപ്പറമ്പുകളിലാണ്. ഇടക്കാലത്ത് വെച്ച് ആരാധനാലയങ്ങളിൽ നിന്നും നാടകത്തെ പടിയടച്ച് പിണ്ടം വെച്ചതുപോലെ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയില്ല. പക്ഷേങ്കിലും കളിക്കപ്പെട്ടുകൊണ്ടിരുന്ന വേദി കിട്ടാതെ നാടകം പലതുപോലെ ബുദ്ധിമുട്ടി, നല്ലതുപോലെ കിതച്ചു. ആ സമയത്ത് നാടകത്തെ പിടിച്ചുയർത്തിയത്, താങ്ങി നിർത്തിയത് ആവാസിനെ പോലെ നാട്ടിൻപുറങ്ങളിൽ പ്രവർത്തിക്കുന്ന ക്ലബ്ബുകളും സാംസ്കാരിക പ്രസ്ഥാനങ്ങളുമാണ്. ഇവിടെയും രണ്ട് പ്രധാനപ്പെട്ട ആളുകളുടെ പേരിൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രിയങ്കരനായിരുന്ന ഉത്തമനായ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് വിളിക്കപ്പെടാവുന്ന ഈ നാടിന് ആ കുടുംബവുമായുള്ള ബന്ധം അഭേദ്യമായതാണ്. വെങ്കട്ടക്കൽ ഇല്ലത്തെ ശങ്കരൻ പോറ്റി എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകൻ ദേശായി വായനശാലയെ രണ്ടാമത് ഉയർത്തെഴുന്നേൽപ്പിലൂടെ ഉയർത്തിക്കൊണ്ടുവന്നയാൾ ആർട്ടിസ്റ്റ് സുജാതൻ മുഖ്യാതിഥിയായി. ാണ് ഏറ്റവും ഇഷ്ടം. എല്ലാം മറന്നു കളയാൻ. ഈ മറവിയുടെ കാലത്ത് ഇത്തരം ചില ഓർമ്മകൾ നമ്മളോടൊപ്പം സഞ്ചരിക്കുകയോ നമുക്ക് മുന്നേ സഞ്ചരിക്കുകയോ ഒക്കെ ചെയ്ത നല്ല വ്യക്തിത്വങ്ങളെ സ്മരിക്കാൻ ഇത്തരം ആഘോഷങ്ങളിൽ സാധിക്കുന്നു എന്നുള്ളത് തന്നെ ഇതിന്റെ ഒരു മഹത്വമാണ്. ഒരു നാടകം ഇവിടെ അവതരിപ്പിക്കുക എന്നുള്ളതല്ല, അതിൽ അപ്പുറം ഒത്തിരി നല്ല ചിന്തകൾ ഇതിന്റെ പിന്നിലുണ്ട് എന്ന് സ്വാഗത പ്രസംഗം പറയുകയുണ്ടായി. അതായിരിക്കണം സംഘാടനത്തിന്റെ ഉദ്ദേശവും. ജി ഹരികുമാർ അധ്യക്ഷനായി. സുജിത് വിജയൻപിള്ള MLA മുഖ്യ പ്രഭാഷണം നടത്തി. സുജാതൻ എന്നുള്ള പേര് കേട്ടെങ്കിലും ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിനെ ഒരു പിക്ചറിലെങ്കിലും കാണുന്നത് എന്നുള്ളതാണ്. അപ്പം അത് എൻ്റെ ഒരു പോരായ്മയാണ്. കാരണം എനിക്ക് എന്നെ വന്നപ്പോൾ അരിമാ സാർ ചോദിച്ചു, നാടകം കാണാറുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യത്തിൽ കാണാറില്ല. സത്യത്തിൽ നാടകം മാത്രമല്ല, കല ഏത് തന്നെ, കഥകളിയാണെങ്കിലും ഒരു ഡാൻസ് ആണെങ്കിൽ പോലും, ക്ലാസിക്കൽ ഡാൻസ് ആണെങ്കിലും സത്യത്തിൽ ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ അത് ഇൻബോണായിട്ട് നമുക്ക് ഒരു ജെനറ്റിക്കലായിട്ടൊരു ഇൻക്ലിനേഷൻ വേണം. അതിനൊക്കെ ഒരു നമ്മളിപ്പോൾ ഈ IQ എന്ന് പറയത്തില്ലേ, ഇൻ്റലിജൻറ്റ് കോഷ്യൻ്റ് എന്ന് പറയുന്ന കണക്ക് ഇതിനൊക്കെ ഒരു ആസ്വാദനത്തിന് ഒരു കോഷ്യൻ്റ് ഉണ്ട്. സ്പിരിച്വൽ ആണെങ്കിൽ സ്പിരിച്വൽ കോഷ്യൻ്റ് എന്ന് പറയും, ഇമോഷണലായിട്ടൊരു കാര്യമാണെങ്കിൽ ഇമോഷണൽ കോഷ്യൻ്റ് എന്ന് പറയും. ഇതേപോലെ ജനറ്റിക്കലി നമുക്ക് അതിനൊരു താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഒരു 2 മണിക്കൂർ ഒരു നാടകം അങ്ങനെ എല്ലാവർക്കും ഇരുന്ന് കാണാൻ പറ്റത്തില്ല. അത് ആസ്വദിക്കുന്നവർക്ക് മാത്രം കാണാനുള്ള ഒരു സംവിധാനമാണ്. അജിൻ ജി നാഥ്, V സദാശിവൻ, ബിന്ദു വിജയകുമാർ, ശ്രീലത, CO കണ്ണൻ, D ഉണ്ണികൃഷ്ണപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. നാടകോത്സവം ചൊവ്വാഴ്ച സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. അഖിലേന്ത്യാ അപ്രന്റീസ്ഷിപ്പ് മേള കുണ്ടറയിൽ സംഘടിപ്പിച്ചു. വ്യവസായ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് ചന്ദനത്തോപ്പ് RI സെന്ററിൽ മേള നടത്തിയത്. കുണ്ടറ കെൽ അഡ്മിനിസ്ട്രേഷൻ കോർഡിനേറ്റർ S ബാബു ഉദ്ഘാടനം ചെയ്തു. വ്യവസായ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പ്രധാനമന്ത്രി അഖിലേന്ത്യാ ഷിപ്പ് മേള ചന്ദനത്തോപ്പ് RI സെന്ററിൽ നടത്തിയത്. കുണ്ടറക്കൽ അഡ്മിനിസ്ട്രേഷൻ കോർഡിനേറ്റർ S ബാബു ഉദ്ഘാടനം ചെയ്തു. ഇത് ഒരു സാധാരണ ചടങ്ങ് മാത്രമല്ല, നമ്മളെ അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുവാനുള്ള ഒരു സന്ദർഭം കൂടിയാണ്. അപ്പോൾ നമുക്ക് ചുറ്റും ഒരുപാട് അവസരങ്ങളുണ്ട്. അത് നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിലേക്ക് കൊണ്ടുവരാൻ എങ്ങനെ കഴിയും എന്നുള്ളതാണ് ഈ മേളയുടെ പ്രസക്തമായ കാര്യം. കേരളത്തിലെ നിരവധി ITCകൾ, ഇതെല്ലാം എന്ന് പറഞ്ഞാൽ പ്രായോഗിക വിദ്യാഭ്യാസത്തിന്റെ ശക്തി കേന്ദ്രങ്ങളാണ്. തിരുവനന്തപുരം കൊല്ലം മേഖല ഇൻസ്പെക്ടർ ഓഫ് ട്രെയിനിംഗ് മേധാവി SV അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. അപ്രന്റീസ് മേളയ്ക്ക് എത്തിച്ചേർന്ന എസ്റ്റാബ്ലിഷ്മെന്റ് പ്രതിനിധികൾക്കും അതിനോടൊപ്പം ഇതിൽ പങ്കെടുക്കാനെത്തിയ വിദ്യാർത്ഥികൾക്കുമാണ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ അപ്രന്റീസ് മേള 2-3 RI സെന്ററുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്രന്റീസ് മേളയ്ക്ക് ഭാഗമാകാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ അപ്രന്റീസ് മേളകൾക്കും നിന്നും ഒരല്പ വ്യത്യാസം ഇവിടെ കാണുന്നുണ്ട്. മറ്റ് മേളകൾക്ക് കുട്ടികളുടെ ഒരു പ്രാതിനിധ്യം
കുറവായി കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ കൂടുതൽ വിദ്യാർത്ഥികൾ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ടെന്ന് കരുതുന്നു. ട്രെയിനിംഗ് ഓഫീസർ ബിനുകുമാർ സ്വാഗതം പറഞ്ഞു. നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്റ്റേറ്റ് എൻഗേജ്മെന്റ് ഓഫീസർ നിഖിൽ ജോസ് മുഖ്യപ്രഭാഷണം നടത്തി. ITA പ്രിൻസിപ്പൽ MK അനില, വൈസ് പ്രിൻസിപ്പൽ A ഷാജഹാൻ, വനിതാ ITA പ്രിൻസിപ്പൽ P സജിത, ട്രെയിനിംഗ് ഓഫീസർ K സൂര്യകുമാരി, പ്രൈവറ്റ് ITI മാനേജ്മെന്റ് അസോസിയേഷൻ പ്രതിനിധി സണ്ണി മൈക്കിൾ, കൊല്ലം BTC പ്രിൻസിപ്പൽ J ജെസി, ജൂനിയർ അപ്രന്റീസ്ഷിപ്പ് അഡ്വൈസർ P സുരേഷ് മോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. രാജീവ് ഗാന്ധി സ്മാരക പുരസ്കാരം വിതരണം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മേക്കാട് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചവറ കോവിൽ തോട്ടത്താണ് പരിപാടി സംഘടിപ്പിച്ചത്. ആദരവ്, പഠനോപകരണ വിതരണം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി. ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് മേക്കാട് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് രാജീവ് ഗാന്ധി സ്മാരക പുരസ്കാര വിതരണം നടത്തിയത്. മികവ് 2025 എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കാണ് രാജീവ് ഗാന്ധി സ്മാരക പുരസ്കാരം വിതരണം ചെയ്തത്. ചടങ്ങിൽ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് മുൻ വാർഡ് പ്രസിഡന്റുമാരെ ആദരിച്ചു. പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. DCC ജനറൽ സെക്രട്ടറി കോളത്ത് വേണുഗോപാൽ ഉദ്ഘാടനവും ആദരവും പുരസ്കാര വിതരണവും നിർവഹിച്ചു. യഥാർത്ഥത്തിൽ ഒരു കാലഘട്ടത്തിൽ ശ്രീ കോയിവിള രാമചന്ദ്രൻ, അതുപോലെ തന്നെ ശ്രീ K സുരേഷ് ബാബു, CP കുട്ടപ്പൻ നായർ, അതുപോലെ തന്നെ ശ്രീ കോയിവിള വിജയൻ അടക്കമുള്ള കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കന്മാർ, ശ്രീ പടക്കാട്ട് രാമൻ നായർ സാറിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹമായിരുന്നു ദീർഘകാലം കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ്. അങ്ങനെയുള്ള ഒരുപറ്റം നേതാക്കന്മാരാണ് പന്മനയിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന് വിത്തുപാകിയത്. പക്ഷെ പലപ്പോഴും നമ്മൾ അവരെ ഒന്നും ഓർക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായ കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ പന്മനയിലെ സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെ വർത്തമാനം കേട്ടാൽ ഞാനടക്കമുള്ള ആളുകൾ പറയുന്നത് ഞങ്ങളാണ് കോൺഗ്രസ് ഉണ്ടാക്കിയതെന്നാണ്. ഞങ്ങളിവിടില്ലായിരുന്നെങ്കിൽ ഈ പാർട്ടിയൊന്നും ഉണ്ടാകില്ല. എൻ്റെ സമ്പത്തും എൻ്റെ പണവും ഞങ്ങളുടെ ആരോഗ്യവുമാണ് ഇവിടെ കോൺഗ്രസ് ഉണ്ടാക്കിയത് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു തലമുറയെ മറന്നുകൊണ്ട് സംസാരിക്കുന്നത് കൊണ്ടാണ് നമ്മളാണ് കോൺഗ്രസ് ഉണ്ടാക്കിയതെന്ന് പലപ്പോഴും പലരും അവകാശപ്പെടുന്നു. ഞാൻ അങ്ങനെ അവകാശപ്പെടുന്ന ഒരു കോൺഗ്രസ്സുകാരനാണ്. ഞാൻ കോൺഗ്രസിൻ്റെ ഒരു സജീവ പ്രവർത്തകനായിരുന്നു എന്ന് മാത്രം. ഞാൻ ദീർഘനാളുകളിൽ കോൺഗ്രസിന് വേണ്ടി മർദ്ദനമേറ്റിട്ടുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ്. പക്ഷേ ഞാനതൊന്നും എങ്ങും അവകാശപ്പെടാൻ ഒരിക്കലും ശ്രമിച്ചിട്ടുള്ളതാണ്. കാരണം എൻ്റെ ചുമതലയായിരുന്നു അതിൽ പങ്കുവഹിക്കേണ്ടത്. പക്ഷേ അതിൻ്റെ പേരിൽ പലപ്പോഴും മർദ്ദനങ്ങളേക്കേണ്ടി വന്നു, പലപ്പോഴും ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നു. അതൊക്കെ നമ്മുടെ ഒരു ചുമതലയുടെ ഭാഗമാണ്. അത് അവകാശപ്പെടാനുള്ളതല്ല. അങ്ങനെ നമ്മൾ പ്രയാസപ്പെടാനും ബുദ്ധിമുട്ടാനും സഹിക്കാനും തയ്യാറായതുകൊണ്ടാണ് ഒരു തലമുറയെ കോൺഗ്രസിലേക്ക് വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയും. യൂത്ത് കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് A അഖിൽ അധ്യക്ഷത വഹിച്ചു. വാർഡ് ജനറൽ സെക്രട്ടറി ടിജിൻ സ്വാഗതം പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷംല നൌഷാദ് മുഖ്യപ്രഭാഷണം നടത്തി. നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനന്തകൃഷ്ണൻ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. സുഹൈൽ നെറ്റിയാട്ട്, അനന്തകൃഷ്ണൻ കോലത്ത്, RH ഡിക്രൂസ്, അലൻ ടെറി, S രതികുമാർ, അനിൽ മേക്കാട്, മോഹനൻ, വിൻസെന്റ്, ജയകൃഷ്ണൻ, നിഖില തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. ഹോംബാലി ഫിലിംസിന്റെ കാന്താര സിനിമയുടെ 2ാം ഭാഗം കേരളത്തിൽ ഒക്ടോബർ 2 തന്നെ പ്രദർശിപ്പിക്കും. സംസ്ഥാനത്ത് സിനിമ പ്രദർശിപ്പിക്കില്ലെന്ന തീരുമാനം തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്ക പിൻവലിച്ചു. കന്നഡ, ഹിന്ദി, തമിഴ്, മലയാളം, ഇംഗ്ലീഷ്, ബംഗാളി ഭാഷകളിലാണ് ചിത്രം റിലീസ് ചെയ്യുന്നത്. ഫിലിം ചേംബറിന്റെ നേതൃത്വത്തിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനും ഫിയോക്കും തമ്മിൽ നടത്തിയ ചർച്ചയുടെ ഭാഗമായാണ് തീരുമാനം. സിനിമയുടെ ആദ്യ 2 ആഴ്ചയിലെ കളക്ഷനിൽ 55% വിതരണക്കാർ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് വിലക്ക് ഏർപ്പെടുത്തിയത്. എന്നാൽ ആദ്യത്തെ 2 ആഴ്ച ഹോൾഡ് ഓവർ ഇല്ലാതെ 55%വും രണ്ടാമത്തെ ആഴ്ചയിൽ 50% വീതവും വിതരണക്കാർക്ക് നൽകാമെന്നും ധാരണയിലെത്തി. ഹോൾഡ് ഓവർ ഇല്ലാതെ പ്രദർശിപ്പിക്കാമെന്ന നിലപാടിനെ സ്വാഗതം ചെയ്താണ് പൃഥ്വിരാജും ലിസ്റ്റൺ സ്റ്റീഫനും ഈ തീരുമാനം അംഗീകരിച്ചത്. 2022 ഋഷഭ് ഷെട്ടി സംവിധാനത്തിൽ റിലീസ് ചെയ്ത വൻ വിജയം നേടിയ കന്നഡ ചിത്രമാണ് കാന്താര. ചിത്രത്തിന് വൻ സ്വീകാര്യത ലഭിച്ചിരുന്നു. സിനിമയിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും ഋഷഭ് ഷെട്ടിക്ക് ലഭിച്ചു. കാന്താരയുടെ 2ാം ഭാഗം കന്നഡ, ഹിന്ദി, തമിഴ്, മലയാളം, ഇംഗ്ലീഷ്, ബംഗാളി ഭാഷകളിലായി ഒക്ടോബർ 2 റിലീസ് ചെയ്യും. ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമായതിനാൽ തന്നെ റിലീസ് വിലക്ക് പിൻവലിച്ചത് പ്രേക്ഷകർക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, സൗത്ത് വിഷൻ. സംസ്ഥാനത്ത് റെക്കോർഡുകൾ ഭേദിച്ച സ്വർണ്ണവിലയിൽ ഇടിവ്. ഇന്ന് 80 രൂപ കുറഞ്ഞു. 1 പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില 81,520 രൂപയാണ്. സംസ്ഥാനത്ത് റെക്കോർഡുകൾ ഭേദിച്ച സ്വർണ്ണവിലയിൽ ഇടിവ്.
ഇന്ന് 80 രൂപ കുറഞ്ഞു. 1 പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില 81,520 രൂപയാണ്. ഗ്രാമിന് ആനുപാതികമായി 10 രൂപയാണ് കുറഞ്ഞത്. 10,190 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. ന്യൂസ് ഡെസ്ക് സൗത്ത് വിഷൻ. പരിശ്രമവും സ്ഥിരോത്സാഹവും കൈമുതലാക്കിയാൽ ഏത് സ്വപ്നവും കൈപ്പിടിയിൽ ഒതുക്കാമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് കൃഷ്ണപുരം സ്വദേശി അബ്ദുൾ റാഷിദ്. വർഷങ്ങളായുള്ള പരിശ്രമവും സ്വപ്നങ്ങളും കൊണ്ട് ഈ യുവാവ് നേടിയെടുത്തത് ആരെയും അമ്പരപ്പിക്കുന്ന നേട്ടമാണ്. പുഷപ്പ് വിഭാഗത്തിൽ ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നീ നേട്ടങ്ങളാണ് അബ്ദുൾ റാഷിദ് കരസ്ഥമാക്കിയത്. ഞാൻ സ്പോർട്സിൽ എന്തെങ്കിലും അച്ചീവ് ആയിട്ടുണ്ടെങ്കിൽ അതിന് ഉമ്മയെ കൊണ്ട് മാത്രമാണ്. പക്ഷെ വാപ്പായും മോശമല്ല, ലൈക്ക് വാപ്പ ഒരു പഴയ അത്ലറ്റ് ആയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ജെനറ്റിക്സ് ആയിരുന്നല്ലോ എനിക്ക് കിട്ടിയത്. അപ്പം വാപ്പായും ഉമ്മായും അവരായിരുന്നു എൻ്റെ കൂടെ നിന്നത്. രാജ്യാന്തര തലത്തിൽ അഭിമാനകരമായ നേട്ടങ്ങളാണ് കൃഷ്ണപുരം പഞ്ചായത്തിലെ കുറ്റിയിൽ ഹൗസിൽ താമസിക്കുന്ന അബ്ദുൾ റാഷിദ് നേടിയെടുത്തത്. ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നിവയിൽ ശ്രദ്ധേയമായ നേട്ടങ്ങൾ. 30 സെക്കൻഡിൽ പരമാവധി ക്ലാപ്പ് പുഷപ്പ് ഭാഗത്തിൽ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ മുൻ റെക്കോർഡ് 44 ആയിരുന്നു. എന്നാൽ 61 പുഷപ്പുകൾ പൂർത്തിയാക്കി അബ്ദുൾ റാഷിദ് ഈ റെക്കോർഡ് സ്വന്തമാക്കി. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ 37 സെക്കൻഡിൽ 68 ക്ലാപ്പ് പുഷപ്പ് പൂർത്തിയാക്കി ആ നേട്ടവും അബ്ദുൾ റാഷിദ് സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കി. കുഞ്ഞിനെ മുതൽ ആഗ്രഹമായിരുന്നു ഫിറ്റ്നസ്സിൽ തന്നെ നിൽക്കണമെന്ന്. ഞാൻ ആക്ച്വലി പഠിക്കുകയാണ് രാമയിൽ, ബാംഗ്ലൂരാണ്, സ്പോർട്സ് മാനേജ്മെൻറ്റ്. പിന്നെ ഇതിനെപ്പറ്റി ആദ്യം കേട്ടപ്പം ഒരു അത്ഭുതമായിരുന്നു. ബിക്കോസ് എന്നെ കൊണ്ട് പറ്റുമോ, എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷേ എന്ത് പറയാൻ, എനിക്ക് അതിൻ്റെ ഗൈഡൻസും സപ്പോർട്ടും പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നപ്പം സ്വാഭാവികമായിട്ടും എല്ലാം ശരിയായി. പക്ഷേ നെവർ ഗിവ് അപ്പ് ആറ്റിറ്റ്യൂഡ്, അതാണ് എനിക്കും ഒരുപാട് പോസിറ്റീവായിട്ട് തോന്നിയത്. ഒരു 3 വർഷം ഡെഫിനറ്റ്ലി ഇതിനു വേണ്ടി എടുത്തു. ബിക്കോസ് കഴിഞ്ഞ വർഷം ഞാനൊരു പ്ലെഡ്ജ് എടുത്തു. ബിക്കോസ് ഇൻ എൻ ഇയർ ഞാൻ എന്തായാലും ഒരു മിനിമം ഒരു ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടുമെന്നായിരുന്നു. പക്ഷേ എന്തോ എൻ്റെ ഭാഗ്യം കൊണ്ട്, ഭാഗ്യമല്ല ഹാർഡ് വർക്കാണ്, ഇന്ത്യനും ഏഷ്യനും ഇൻ്റർനാഷണലും കിട്ടി. അതൊരു കൊച്ചു കാര്യമാണെന്ന് പറയാൻ പറ്റത്തില്ല. ബിക്കോസ് നിങ്ങൾ എൻ്റെ പേര് ഗൂഗിളിൽ അബ്ദുൾ റാഷിദ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഫോട്ടോയും എൻ്റെ വേറെ ബോട്ട്സും വരും. ഒരു മനുഷ്യനെന്ന രീതിയിൽ എനിക്ക് അതിന് വലിയൊരു അംഗീകാരമില്ല. ബിക്കോസ് ഞാൻ ആരാന്ന് ഇനി ആരോടും പോയി പറയണ്ട. ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ 12 ആയിരുന്ന മുൻ റഷ്യൻ പുഷപ്പ് റെക്കോർഡ് 18 ഉയർത്തുകയും ചെയ്തു. വർഷങ്ങളായുള്ള പരിശ്രമവും സ്വപ്നങ്ങളുമാണ് ഈ നേട്ടത്തിന് പിന്നിൽ. 3 വർഷത്തോളം താൻ ഇതിനായി കഠിനാധ്വാനം ചെയ്തെന്ന് അബ്ദുൾ റാഷിദ് പറയുന്നു. പരാജയങ്ങളെ അവഗണിച്ച് നിരന്തരമായി പരിശീലനം തുടർന്നു. ഇതായിരുന്നു ഇദ്ദേഹത്തിന്റെ വിജയരഹസ്യം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സിറ്റുവേഷൻസ് മാറി വരും, പക്ഷേ നിങ്ങൾക്കൊരു ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി ചെയ്യണം. തോറ്റു പോയിക്കോട്ടെ, പക്ഷേ നിങ്ങൾ മുന്നോട്ട് തന്നെ പോകണം. അപ്പം എൻ്റെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടൊരു ഗിന്നസ് വേൾഡ് റെക്കോർഡാണ്. പക്ഷേ അതിന് ഒരുപാട് ദൂരം പോകണം. പോരാതെ എനിക്കിപ്പോൾ കുറച്ചധികം ഇഞ്ചുറീസ് ഉണ്ട്, അതിനൊക്കെ പുറത്തുനിന്നിട്ട് വേണം. പക്ഷേ മോറോവർ എൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് നിന്ന് എൻ്റെ ഫാമിലി, പിന്നെ ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല, എന്നെ വളരെ ചെറിയ പ്രായത്തിൽ പുഷപ്സ് ഞാൻ പഠിപ്പിച്ച എൻ്റെ മാമയാണ്. അപ്പം പുള്ളിക്കാരനോടും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു. ബിക്കോസ് ആ പ്രായത്തിൽ എന്നെ അദ്ദേഹം അത്രയും പോലെ ഗൈഡ് ചെയ്ത് ആ ഒരു ബേസിക്സ് ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം. പിന്നെ എല്ലാവരും ഭാഗ്യമല്ലേ, നമ്മുടെ ദൈവത്തെ നന്ദി പറയണമല്ലോ, മൊത്തം ഒരു ഭാഗ്യമാണ്. അതുകൊണ്ട് പിന്നെ ഒരുപാട് സന്തോഷമുണ്ട്. നിലവിൽ അബ്ദുൾ റാഷിദ് ബാംഗ്ലൂരിൽ സ്പോർട്സ് മാനേജ്മെന്റ് വിഷയത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠനം നടത്തുകയാണ്. അക്കാദമികവും കായികവുമായ മേഖലകളിൽ ഒരുപോലെ കഴിവ് തെളിയിക്കാനും രാജ്യത്തിനും സമൂഹത്തിനും സംഭാവന നൽകാനുമാണ് ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം. അബ്ദുൾ റാഷിദിന് ഏറെ പിന്തുണ നൽകുന്നത് പിതാവ് മുഹമ്മദ് കുഞ്ഞിയും മാതാവ് റംലത്തുമാണ്. മകന്റെ സ്വപ്നം സഫലമായതിൽ ഏറെ അഭിമാനിക്കുന്നെന്നും ഈ മാതാപിതാക്കൾ പറയുന്നു. കിട്ടിയതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. പിന്നെ നമുക്കെല്ലാവരും വലിയ സപ്പോർട്ടായിരുന്നു. ഫാമിലി മെമ്പേഴ്സിലെല്ലാവരും, എൻ്റെ ഫാമിലിയിലെല്ലാവരും, പ്രത്യേകിച്ച് ഈ ജിമ്മിൻ്റെ ഒക്കെ ആങ്ങളമാരൊക്കെ ജിമ്മിൽ സപ്പോർട്ട് ചെയ്യുന്നവരായിരുന്നു. ചേട്ടൻ്റെ മക്കളും എല്ലാവരും ജിമ്മിൻ്റെ എല്ലാ സപ്പോർട്ടുകളും മോന് വേണ്ടി ചെയ്ത്. പിന്നെ മൂത്ത മോനും വലിയ സപ്പോർട്ടായിരുന്നു. ഈ മെഡൽ നേട്ടം വലിയൊരു അഭിമാനമായിട്ട് ഞങ്ങൾ കരുതുന്നു. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു അഭിമാനമായിട്ട് ഞങ്ങൾ കരുതുന്നു. സന്തോഷമുണ്ട് എല്ലാവരും. എൻ്റെ മക്കളിൽ രണ്ടാമത്തവനാണ്. മൂത്തവനാണെങ്കിൽ ബോഡി ബിൽഡിങ്ങിലൊക്കെ നല്ല സ്ഥാനങ്ങളിലൊക്കെ എത്തിയിട്ടുള്ളവനാണ്. അവനിപ്പോൾ സ്ഥലത്തല്ല. ഇവനിപ്പോൾ ഈ റെക്കോർഡ് കരസ്ഥമാക്കിയതിൽ അധികം സന്തോഷമുണ്ട്. എനിക്കും ഞങ്ങളുടെ കുടുംബത്തിനും സന്തോഷമുണ്ട്. അത് ഇത്രയും പ്രതീക്ഷിച്ചല്ലായിരുന്നു, എങ്കിലും അവൻ ആ നേട്ടം കൈവരിച്ചതിൽ സന്തോഷമുണ്ട്. ദൈവത്തിനെ സ്തുതിക്കുന്നു. അതോടൊപ്പം ഇനി വലിയ മെച്ചത്തിന് വേണ്ടി അവൻ ശ്രമിക്കുന്നുമുണ്ട്. അബ്ദുൾ റാഷിദിന്റെ നേട്ടം വ്യക്തിപരമായ വിജയം മാത്രമല്ല, കൃഷ്ണപുരം പഞ്ചായത്തിന്റെയും നാടിന്റെയും അഭിമാനമാണെന്ന് നാട്ടുകാരും പറയുന്നു.
പരിശ്രമവും സ്ഥിരോത്സാഹവും ഉണ്ടെങ്കിൽ അസാധ്യമായത് ഒന്നുമില്ല എന്നാണ് ഈ യുവാവിന്റെ പക്ഷം. അതുതന്നെയാണ് വിജയരഹസ്യവും. ന്യൂസ് ബ്യൂറോ, കായംകുളം. പൊതുമരാമത്തിന്റെ കീഴിലുള്ള എല്ലാ മേൽപ്പാലങ്ങൾക്കും അടിയിൽ വി പാർക്ക് മാതൃകയിൽ വിനോദ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. കൊല്ലം SP ഓഫീസ് മേൽപ്പാലത്തിനടിയിലുള്ള വി പാർക്ക് സന്ദർശിച്ച ശേഷമാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ടൂറിസം വകുപ്പും പൊതുമരാമത്തും സംയുക്തമായിട്ടായിരിക്കും ഇതിനുള്ള നടപടികൾ കൈക്കൊള്ളുകയെന്നും മന്ത്രി പറഞ്ഞു. പൊതുമരാമത്തിന്റെ കീഴിലുള്ള എല്ലാ മേൽപ്പാലങ്ങൾക്കും അടിയിൽ വി പാർക്ക് മാതൃകയിൽ വിനോദ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. കൊല്ലം SP ഓഫീസ് മേൽപ്പാലത്തിനടിയിലുള്ള വി പാർക്ക് സന്ദർശിച്ച ശേഷമാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ടൂറിസം വകുപ്പും പൊതുമരാമത്തും സംയുക്തമായിട്ടായിരിക്കും ഇതിനുള്ള നടപടികൾ കൈക്കൊള്ളുക. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള പദ്ധതി പ്രകാരമായിരിക്കും ഇവ നടപ്പിലാക്കുക. സ്വകാര്യ വ്യക്തികൾക്കോ സഹകരണ സംഘങ്ങൾക്കോ പാർക്ക് നടത്താൻ താൽപര്യമുണ്ടെങ്കിൽ മതിയായ പരിശോധനകൾക്ക് ശേഷം NOC നൽകും. കേരളത്തിൽ ആകെ 10 പാർക്കുകളുടെ നിർമ്മാണം ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കൊല്ലത്തെ വി പാർക്കാണ് അതിന്റെ മാതൃകയെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിക്കൊപ്പം CPM ജില്ലാ സെക്രട്ടറി S സുദേവൻ, CPM സംസ്ഥാന കമ്മിറ്റി അംഗം ചിന്താ ജെറോം, DYFI നേതാവ് അരുൺ ബാബു എന്നിവരുണ്ടായിരുന്നു. കൊല്ലം വി പാർക്ക് സന്ദർശിക്കാനെത്തിയ മന്ത്രി മുഹമ്മദ് റിയാസ് ചെസ് കളിച്ച് എതിർ കളിക്കാരന്റെ രാജാവിന് ചെക്ക് വെച്ചു. കഴിഞ്ഞ ദിവസം രാത്രി 10-നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് വി പാർക്ക് സന്ദർശിക്കാനെത്തിയത്. പാർക്ക് നോക്കിക്കാണവേ ഈ സമയം അവിടെ ചെസ് കളി നടക്കുന്നുണ്ടായിരുന്നു. ചെസ് കളിയോട് പണ്ടേ താല്പര്യമുള്ള മന്ത്രിക്ക് ചെസ് കളിക്കണമെന്ന താല്പര്യം പ്രകടിപ്പിച്ചതോടെ കളിയിൽ നിന്ന് ഒരാൾ മാറി. ഒടുവിൽ എതിർ കളിക്കാരന്റെ രാജാവിന് ചെക്ക് വെച്ച് കളിയിൽ വിജയിക്കുകയും ചെയ്തു. പാർക്കിലെ കുട്ടികളുടെ റോളർ സ്കേറ്റിംഗ്, ഓപ്പൺ ജിം എന്നിവ കാണുകയും ബാഡ്മിന്റൺ കൂടി കളിച്ച ശേഷമാണ് മന്ത്രി മടങ്ങിയത്. ബ്യൂറോ, കൊല്ലം. അന്തിമ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ആരോപിച്ച് കോൺഗ്രസ് രംഗത്തെത്തിയതിനു പിന്നിൽ പരാജയ ഭീതിയെന്ന് പുനലൂർ നഗരസഭാ ഭരണ നേതൃത്വം. അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളിൽ ആക്ഷേപമുന്നയിച്ച് ഭരണപക്ഷത്തെ താറടിച്ച് കാണിക്കുകയാണ് പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യമെന്നും ഇവർ ആരോപിച്ചു. ഇതിനെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സാധാരണ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് കണ്ടെത്തിയാൽ ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് പരാതി നൽകുകയാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അപ്പീൽ അതോറിറ്റിയായ നഗരസഭാകാര്യ ജോയിന്റ് ഡയറക്ടറെ സമീപിക്കാം. എന്നാൽ ഇവിടെ യാതൊരുവിധ പരാതിയും രേഖാമൂലം നൽകാതെ നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ നഗരസഭ ഭരണ നേതൃത്വത്തിന് അതുപോലെ തന്നെ നമ്മുടെ നഗരസഭയിൽ നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്ക്, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രവർത്തനങ്ങൾ നഗരസഭയുടെ ഭരണ നേതൃത്വവും അതുപോലെ തന്നെ LDFന്റെ ഭരണ നേതൃത്വവും ഇടപെടുന്നു, പാർട്ടി ഓഫീസുകൾ ഇടപെടുന്നു എന്നുള്ള ഒരു വ്യാജമായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ട ഒരു ശ്രമം UDFന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് വളരെ ഖേദകരമാണെന്ന് ഈ അവസരത്തിൽ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു സമയത്തും ഭരണസമിതി എന്ന നിലയിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നോ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നോ ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല. കൃത്യമായും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം തീരുമാനിക്കപ്പെട്ട ഉദ്യോഗസ്ഥരുടെ സെക്രട്ടറിയുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥരെ നിയോഗിച്ചുകൊണ്ടാണ് ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. പവർ ഹൗസ് വാർഡിലെ വോട്ടുകൾ കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ വ്യാപകമായി വ്യാജരേഖകൾ ചമച്ച് വോട്ട് ചേർക്കാൻ ശ്രമിച്ചിരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഈ സംഭവം കൂടി പ്രതിപക്ഷ നേതാവ് ഉയർത്തിക്കൊണ്ടുവരണമെന്നും നേതാക്കൾ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്താൻ ശ്രമിച്ചവരെ നിയമത്തിന് മുന്നിലെത്തിക്കാനുള്ള നടപടികളുമായി ഭരണപക്ഷം മുന്നോട്ടു പോകും. വ്യാജരേഖകൾ സമർപ്പിച്ചവർക്കെതിരെ നഗരസഭയിൽ നിന്നും നോട്ടീസ് നൽകിയിട്ടുണ്ട്. പരാജയ ഭീതി അതുപോലെ ഈ വോട്ടർലിസ്റ്റ് പേര് ചേർത്തതുമായി ബന്ധപ്പെട്ട ക്രമക്കേട് സെക്രട്ടറി കണ്ടുപിടിക്കുകയും ആ കണ്ടുപിടിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നോട്ടീസുകളൊക്കെ അയച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരാതി ഇപ്പോൾ ഈ ഒരു പത്രസമ്മേളനവും പരാതിയെല്ലാം അയച്ചത്. ഇങ്ങനെ ഒട്ടനവധി കൃത്രിമമായ വോട്ട് ചേർത്ത് കണ്ടുപിടിക്കപ്പെട്ടു. ആ കണ്ടുപിടിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം UDFന്റെ നേതൃത്വത്തിൽ നഗരസഭയ്ക്കെതിരെ സമരമെല്ലാം പ്രഖ്യാപിച്ചത്. അത് പരാജയ ഭീതി കൊണ്ടാണ്. അല്ലാതെ നമ്മുടെ LDFനകത്ത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ വോട്ട് ചേർക്കൽ വളരെ കൃത്യമായി
വളരെ ചിട്ടയായി തന്നെ നടത്തിയിട്ടുള്ളതാണ്. അതിനകത്ത് ഞങ്ങൾ വളരെ വ്യക്തമായ മുൻകരുതൽ നേടുകയും ഒരു കാരണവശാലും LDFന്റെ ഭരണം നഷ്ടപ്പെടാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങൾ LDFന്റെ നേതൃത്വം നടത്തിവരികയാണ്. 18 വയസ്സ് പൂർത്തിയാകാത്തവരെ രേഖകളിൽ തിരുത്തൽ വരുത്തി വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താൻ ശ്രമം നടത്തിയതായും പരാതിയുണ്ട്. വോട്ടർ പട്ടികയിൽ പേരുൾപ്പെടുത്തേണ്ട ആളുടെ ആധാറിന്റെ മറുവശത്ത് പകർപ്പും പവർ ഹൗസ് വാർഡിൽ താമസിക്കുന്ന ആരുടെയെങ്കിലും ആധാറിന്റെ വിലാസവും വരുന്ന ഭാഗത്ത് പകർപ്പും ചേർത്ത് വെച്ച് വോട്ട് ചേർക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെ വ്യാജരേഖകൾ എന്ന് കരുതി ഉദ്യോഗസ്ഥർ നിരസിച്ചതായും ഭരണപക്ഷം കുറ്റപ്പെടുത്തി. ഇവിടെ തന്നെ എന്റെ കയ്യിലൊരു റിജക്റ്റഡ് വ്യാജ രേഖ സമർപ്പിച്ചതിനെ റിജക്ട് ചെയ്ത ഒരു ആളുണ്ട്. പിന്നെ നഗരസഭ സെക്രട്ടറി തന്നതാണ്. ഇതിപ്പോ വിവരാവകാശം മൂലം നമ്മുടെ പ്രണവ് ശങ്കർ എടുത്ത രേഖയാണ്. അതിനകത്ത് നിങ്ങൾ പരിശോധിക്കുമ്പോൾ പുനലൂരിലെ പഴയ കോൺഗ്രസിന്റെ വനിതാ മണ്ഡലം പ്രസിഡന്റിന്റെ അമ്മ മാതാവ് സുശീല, അവിടെ ആധാർ കാർഡ് ഫ്രണ്ട് പേജിൽ സുശീലയുടെ ടോപ്പ് നമ്പറുണ്ട്. അതിന്റെ നമ്പർ അവസാനിക്കുന്നത് 1693. എന്നാൽ അതിന്റെ പുറകുവശം ആധാർ കാർഡ് തന്നിരിക്കുന്നത് 8225 അതിന്റെ ആധാർ കാർഡിന്റെ അവസാന നമ്പർ. അപ്പോൾ ബോധപൂർവം ആധാർ കാർഡിൽ കൃത്രിമത്വം കാണിച്ചാണ് പിന്നെ ഇവിടെ അവരുടെ വോട്ട് ചേർക്കാനൊരു ശ്രമം നടത്തിയത്. പവർ ഹൗസ് വാർഡിൽ ഇത്തരം 5ഓളം കേസുകൾ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയതായും ഇവർ ചൂണ്ടിക്കാട്ടി. അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളിൽ ആക്ഷേപമുന്നയിച്ച് ഭരണപക്ഷത്തെ താറടിച്ചു കാണിക്കുകയും അതേസമയം വ്യാജരേഖകൾ ഉണ്ടാക്കി വോട്ട് ചേർക്കാൻ ശ്രമം നടത്തുകയും ചെയ്തവരുടെ ഇരട്ടത്താപ്പ് അനുവദിച്ചു കൊടുക്കില്ലെന്നും ഭരണപക്ഷം വ്യക്തമാക്കി. തീർച്ചയായിട്ടും ആ പരാജയ ഭീതി മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മുടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസം UDFന്റെ നേതൃത്വത്തിൽ ഒരു പത്രസമ്മേളനം നടത്തിയത് എന്ന് തന്നെയാണ് LDF എന്ന നിലയ്ക്കും നഗരസഭാ ഭരണ നേതൃത്വം എന്ന നിലയ്ക്കും ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. കുട്ടികളുടെ വയസ്സടക്കം തിരുത്തുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്നതിന് വേണ്ടി ആധാർ കാർഡ് കൃത്രിമത്വം കാണിച്ചുകൊണ്ടല്ല, അവിടെ എന്തൊക്കെ കൃത്രിമത്വം കാണിച്ചിട്ടുണ്ടോ അത് ആരാണെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മാധ്യമപ്രവർത്തകർ പരിശോധിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് അഭിപ്രായമുള്ളത്. തീർച്ചയായിട്ടും വളരെ മാതൃകാപരമായ രീതിയിലാണ് LDF ഭരണ നേതൃത്വം. ശക്തമായ നിയമ നടപടികളുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ടു പോകുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ K. പുഷ്പലത ഉൾപ്പെടെയുള്ള നേതാക്കൾ അറിയിച്ചു. നമുക്കെല്ലാം അറിയാം, ഈ വർഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ തുടങ്ങിയാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ്. സംസ്ഥാനത്ത് മൊത്തത്തിൽ, ജില്ലയിൽ അതിന് നേതൃത്വം കൊടുക്കുന്നത് ജോയിന്റ് ഡയറക്ടറാണ്, JD ആണ്. നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ എന്ന് പറഞ്ഞാൽ മുനിസിപ്പൽ സെക്രട്ടറിയാണ്. ചുരുക്കപ്പേര് ERO എന്ന് പറയും. ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ, മുനിസിപ്പൽ സെക്രട്ടറി. അതിന്റെ പ്രവർത്തനങ്ങൾക്ക് മുനിസിപ്പൽ സെക്രട്ടറിയാണ് ഉദ്യോഗസ്ഥരെ തീരുമാനിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞാൽ നഗരസഭാ കൗൺസിലിനോ ഭരണ നേതൃത്വത്തിനോ യാതൊരുവിധ ഇടപെടലും നടത്താൻ പറ്റത്തില്ല. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ദേശീയപാതയിൽ വവ്വാക്കാവ് ജംഗ്ഷനിൽ ബസ് വേ വേണമെന്ന ആവശ്യം ശക്തം. വവ്വാക്കാവ് അണ്ടർപാസ് ആക്ഷൻ കൗൺസിൽ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം ഉന്നയിച്ചത്. സർവീസ് റോഡിന് വീതി കുറവായതിനാൽ യാത്രക്കാർ ഓടയുടെ മുകളിലാണ് ബസ് കാത്തു നിൽക്കുന്നത്. ഇത് അപകട ഭീഷണി ഉയർത്തുന്നതായി ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. ദേശീയപാത കടന്നുപോകുന്ന വവ്വാക്കാവ് ജംഗ്ഷനിൽ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പിക്കാൻ ബസ് വേ സ്ഥാപിക്കണമെന്ന വവ്വാക്കാവ് അണ്ടർപാസ് ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. സർവീസ് റോഡിന് വീതി കുറവായതിനാൽ യാത്രക്കാർ ഓടയുടെ സ്ലാബുകൾക്ക് മുകളിലാണ് ബസ്സിനായി കാത്തുനിൽക്കുന്നത്. നിലവാരമില്ലാത്ത സ്ലാബുകൾ തകർന്നു വീഴുന്നത് പതിവായതിനാൽ കാൽനട യാത്രക്കാർ അപകട ഭീഷണി നേരിടുന്നുണ്ട്. വവ്വാക്കാവ് ജംഗ്ഷൻ മുതൽ തെക്കോട്ട് ആനന്ദ ജംഗ്ഷൻ വരെ ബസ് വേ നിർമ്മിക്കുന്നതിനോടൊപ്പം ഗുണമേന്മയുള്ള സ്ലാബുകൾ സ്ഥാപിക്കണമെന്നും ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു. ഏറ്റവും അത്യന്താപേക്ഷിതമായ ആവശ്യമായ അണ്ടർപാസ് അവിടെ നിഷേധിച്ചു ഞങ്ങൾ ആരും സ്വപ്നത്തിൽ വിചാരിച്ചു. അതിന്റെ നടപടിക്രമങ്ങളുമായി വന്നു കഴിഞ്ഞപ്പോഴാണ് വവ്വാക്കാവ് അണ്ടർപാസ് ഇന്നത്തെ ഞങ്ങൾ ഞെട്ടി. ഞങ്ങൾ ഇത്തിരി താമസിച്ചാണ് ഇന്നലെ ഇത് നാഷണൽ കൗൺസിലൊക്കെ രൂപീകരിക്കാൻ. അത് ഞങ്ങളുടെ നമ്മുടെ ഏത് കാര്യം വരുമ്പോഴും ആദ്യം ശ്രദ്ധപ്പെടുത്തിക്കൊണ്ട് വരുന്ന യുവാക്കളുടെ ഒരു സംഘടന വവ്വാക്കാവിലുള്ള യൗവന ആക്ഷൻ കൗൺസിലുണ്ടാവും. അവരാണ് ഇതിനൊരു മുൻകൈ എടുത്ത് ഒരു ആക്ഷൻ കൗൺസിൽ വിളിച്ച് ഇങ്ങനെ ഞങ്ങളെയൊക്കെ ഇതിന്റെ ഭാരവാഹികളായി നിർത്തി. നേരത്തെയും പല ആവശ്യങ്ങൾ അവിടെ വന്നപ്പോൾ ഇതുപോലെ ഞങ്ങൾ അത് ഒറ്റപ്പെടുത്തി കൂടിയും അത് ഭംഗിയായി നടത്തി.
ഈ കാര്യത്തിലൊക്കെ ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആരെയും ഞങ്ങൾ അയിത്തം കരുതുന്നത്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായാലും ശരി, സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരായാലും സാമുദായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ എല്ലാവരുടെയും നിർലോഭമായ സഹകരണം മാത്രമാണ് ഞങ്ങളുള്ളത്. അതൊക്കെ ഞങ്ങൾക്ക് ആവോളം കിട്ടി എന്നുള്ളതാണ് പ്രത്യേകിച്ച് അവസാനം. അണ്ടർപാസ് നിർമ്മിക്കാൻ സഹായിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, എംപിമാരായ KC വേണുഗോപാൽ, AM ആരിഫ്, MLA CR മഹേഷ്, മാധ അമൃതാനന്ദമയി മഠം, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, വ്യാപാരികൾ, നാട്ടുകാർ എന്നിവർക്ക് ആക്ഷൻ കൗൺസിൽ നന്ദി അറിയിച്ചു. ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളായ സൗത്ത് ഇന്ത്യൻ R വിനോദ്, കുലശേഖരപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനിമോൾ നിസാം, കളരിക്കൽ ജയപ്രകാശ്, Y ഷാജഹാൻ കാട്ടൂർ, ദിലീപ് കുറുങ്ങപ്പള്ളി, B മുരളീധരൻ, K അലാവുദ്ദീൻ, സതീഷ് കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നിഷേധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അവിടെ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുകയും ആ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ നിരവധിയായിട്ടുള്ള സമാധാനപരമായിട്ടുള്ള സമര പരിപാടികൾ നമ്മുടെ എഴുച്ചുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന പ്രതിഷേധ സമരങ്ങളിൽ ഏറ്റവും വലിയ ഒരു പ്രതിഷേധ സമരം നിരവധിയായിട്ടുള്ള സ്ത്രീകളെയും കുട്ടികളെ അടക്കവും പങ്കെടുപ്പിച്ചുകൊണ്ട് വിവിധ രാഷ്ട്രീയ സാമൂഹിക നേതാക്കന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മൾ ആ രീതിയിലുള്ള നിരവധി സമര പരിപാടികൾ നടത്തി. അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നമ്മുടെ നിലവിലെ നമ്മുടെ MLA, മുൻ MP, ഇപ്പോഴത്തെ MP, കേന്ദ്ര മന്ത്രിമാർ അടക്കം രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ ഒരുപാട് പേരുടെ സഹായം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അണ്ടർപാസ് അനുവദിക്കുകയും അവിടെ അണ്ടർപാസിൻ്റെ പണി തുടങ്ങുകയും ചെയ്യുന്നുണ്ട്. വളരെ സന്തോഷമാണ്. ആക്ഷൻ കൗൺസിലർ എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഏറ്റെടുത്ത കാര്യം വിജയിച്ചു എന്നതിൻ്റെ പേരിൽ. അതോടൊപ്പം തന്നെ ഈ ആക്ഷൻ കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ സഹായിച്ച എല്ലാവരെയും അവിടെ ഒരു പൊതുയോഗം നടത്തി അവരെ അനുമോദിക്കുന്ന ഒരു ചടങ്ങ് സംഘടിപ്പിക്കണമെന്ന് ഞങ്ങൾ ആലോചിക്കുകയും എന്നാൽ ആ ഒരു ചടങ്ങ് നടത്തുവാൻ നമുക്ക് സാധിക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെ സഹായിച്ചവരെ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതിന് വേണ്ടിയും. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ്. പവന് 80 രൂപ കുറഞ്ഞു. 1 പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില 81,520 രൂപ. ഓണാട്ടുകരയ്ക്ക് ഇനി നാടകരാവ്. തഴവ ആദിത്യവിലാസം ആർട്ട് സൊസൈറ്റിയുടെ നാടകോത്സവത്തിന് തുടക്കം ചൊവ്വാഴ്ച സമാപിക്കും. കാന്താരയുടെ 2ാം ഭാഗത്തിന് കേരളത്തിൽ വിലക്കില്ല. ചിത്രം ഒക്ടോബർ 2-ന് തന്നെ വിലക്ക് നീക്കി ഫിയോക്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.